അങ്ങനെ പറഞ്ഞാൽ പറ്റും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറയണം. ഞങ്ങൾക്ക് ഇപ്പൊ കസ്റ്റമർ എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇന്ന് പ്രാങ്ക് ചെയ്യാനായി എത്തിയിരിക്കുന്നത് താഴെയിൽ നീതി ലിമിറ്റഡ് പത്തനംതിട്ട ബ്രാഞ്ചിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിനെയാണ്. ആൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി കസിൻ ബ്രദർ തന്ന ഒരു കൊട്ടേഷനാണിത്. അകത്തുള്ള ബാക്കി സ്റ്റാഫിനോടെല്ലാം ഓൾറെഡി ഞങ്ങൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ജോബിയാണോ? ഓക്കെ, എൻ്റെ ചേട്ടനൊരു ഇത് ഗോൾഡിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വരാൻ പറ്റത്തില്ല. എൻ്റെ സഹോദരനാണ്. അല്ല, ഇത് ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് വരുന്നു. ഇത് പിന്നെ വരുന്ന മെസ്സേജ് വരും. പക്ഷെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നെന്ന് പറഞ്ഞു. മൊബൈൽ നമ്പർ ഏതാ? അല്ല അല്ല, ബ്രദർ പറഞ്ഞു. ആ ഓക്കെ ഓക്കെ. 9 ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് വരുന്നത് വേണ്ട. അപ്പോൾ എടുക്കാൻ ആൾക്ക് ഇവിടെ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വന്ന് എടുക്കാൻ പറഞ്ഞു. റെസിപ്റ്റ് ഞാൻ പോയിട്ട് വരാം. ആ, അതെന്താണെന്നറിയാമോ, ഈ ചേട്ടൻ വെച്ച് കഴിഞ്ഞിട്ട് അടച്ചിട്ടില്ല ഇൻട്രസ്റ്റ്. അതാണ് നമ്മൾ വിളിച്ചോണ്ടിരുന്നത്. ഇൻട്രസ്റ്റ് അടയ്ക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് കണ്ടിന്യൂസ് മെസ്സേജ് വന്നു. ആ ചേട്ടൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചേട്ടൻ വരണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇല്ല വരാൻ പറ്റത്തില്ല. കാരണം ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ടാണ്. മീൻസ് പലതവണ വിളിക്കുന്നെന്ന് പറഞ്ഞു, വിളിച്ചെന്ന് പറഞ്ഞു, എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. കുറേ തവണ ഇങ്ങോട്ട് വിളിച്ചോ അതോ അങ്ങോട്ട്? ഇങ്ങോട്ടും വിളിച്ചെന്ന് പറഞ്ഞു. അങ്ങോട്ട് ഇത് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു പലതവണയായിട്ട്. ആൾക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ തന്നെ എടുക്കണം. പറഞ്ഞല്ലോ, ഇൻട്രസ്റ്റ് പെൻഡിങ് ആയി കിടക്കുന്നതുകൊണ്ടാണ് മെസ്സേജ് വരുന്നത്. ഓക്കെ, അതിപ്പോൾ ഞാൻ എടുത്താൽ എന്താ കുഴപ്പം? ആ ചേട്ടൻ കസ്റ്റമർ ഇല്ലാതെ ഞാൻ വിളിച്ചിട്ട് തരാം, സംസാരിച്ചിട്ട് വെക്കാം. നമുക്ക് ഇവിടെ ഒരു ഫോം തരാം, ഒരു പേപ്പർ തരാം. ആ പേപ്പറിൽ ഇല്ല, ആൾക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ഇന്ന് തന്നെ ക്ലിയർ ചെയ്യണമെന്നാ പറഞ്ഞു. ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ അല്ലെങ്കിൽ ഇത് ബ്രദർ ആണോ? ബ്രദർ. ഇവിടുന്ന് ഒരു പേപ്പർ തരാം. ആ പേപ്പറിൽ ഈ ചേട്ടൻ ആൾക്ക് ഇപ്പൊ വരാൻ പറ്റത്തില്ല. ഇന്ന് തന്നെ ഞാൻ ഗോൾഡ് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇന്ന് തന്നെ കിട്ടിയേ പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പൊ വന്നേ അതിനാ. അത് തരാം. പക്ഷെ ഈ തരുന്ന ആപ്ലിക്കേഷൻ പോയി ചേട്ടനെ കൊണ്ടൊന്ന് ഒപ്പിടിപ്പിക്കണം. ഇവിടുന്ന് തന്ന കസ്റ്റമർ സ്ലിപ്പും വേണം. ചേച്ചി എടുക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ പലതവണയായിട്ട് ഇൻട്രസ്റ്റ്. അതെ, ഞാൻ കാണിച്ചാൽ ഞാൻ നമ്പർ തന്നില്ലേ? അങ്ങനെയല്ല, നിങ്ങളപ്പോ ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളപ്പോ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലോ? ഏതായാലും വിളിക്കാൻ പറ്റത്തില്ല. അത് എന്റെ തുറന്ന് എനിക്ക് വേണമെങ്കിലോ? ഇപ്പൊ നിങ്ങൾ ഈ ജോബിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. മാനേജർ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുമായിട്ടല്ല കോണ്ടാക്ട് ചെയ്യുന്നത്. ഇതിപ്പോ എനിക്ക് ഇതിന്റെ ഒരു തീരുമാനമാണ്. ഞാൻ വേണേൽ ആളെ വിളിച്ചു തരാം, അല്ല വീഡിയോ കോൾ ചെയ്യും. ആളെ കണ്ടാൽ മതി. അല്ല, ഞാൻ അതിനനുസരിച്ച് മുമ്പോട്ട് പോകും. എനിക്ക് കൂടുതലൊന്നും അറിയാതില്ല. ഇത് പലതാണ് ഇവിടെ ഇൻട്രസ്റ്റ് കൂടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാ വന്നേ. എന്നെ വിളിച്ചു പുള്ളിക്ക് വരാൻ വയ്യാന്ന് പറഞ്ഞാൽ എന്നോടൊന്ന് പോകാൻ പറഞ്ഞു അങ്ങോട്ട്. അതെ, എന്തായാലും എന്റെ ബ്രദർ അല്ലേ, എനിക്ക് നോക്കിയാൽ പറ്റത്തുള്ളൂ. എന്താ കുഴപ്പം? ആ, നിങ്ങളങ്ങോട്ട് പോവാ. വാ, എല്ലാവരോടും ഫുഡ് കഴിക്കാം. ഓക്കെ 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 ഓക്കെ. വേറൊന്നുമില്ല, എന്റെ പേരിൽ ഇവിടെ ഇരിക്കുന്നു. വരാൻ നമുക്കിത് എടുക്കാൻ പറ്റത്തില്ല. അപ്പം അല്ലാത്ത പക്ഷം ബ്രദറിന് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വരുന്നൊരു പേപ്പറുണ്ട്. ബ്രദറിന് വരാൻ പറ്റത്തില്ലെങ്കിൽ മാത്രമേ ആ ഒരു ഓപ്ഷൻ ഉള്ളൂ. ബ്രദർ നാട്ടിലില്ലെങ്കിലോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു തേർഡ് പാർട്ടിക്ക് അത് എടുക്കാൻ പറ്റും. പക്ഷേ അതിന് ഇവിടുന്ന് ഒരു ഫോം തരും. ആ ഫോമിൽ എന്ന് പറയുന്ന ബ്രദർ ആ ചേട്ടൻ ഒപ്പിട്ട് തരണം. എന്നിട്ട് ബ്രദറിന്റെ ഇയാളുടെ ആധാറിന്റെ ഒറിജിനലും ആ റെസിപ്റ്റും ഒന്ന് കൊണ്ടുവന്നാൽ ഇന്ന് തന്നെ എടുക്കാൻ പറ്റും. പക്ഷെ ബ്രദറിന്റെ ഒപ്പ് വേണം. അതാ പറഞ്ഞ, അതിപ്പോ പറ്റൂല. അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിക്കും. ഇല്ല, നമുക്ക് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫ് ഉണ്ട്, നമുക്ക് ഇവിടുത്തെ റൂൾ അനുസരിച്ച് കാരണം അധികം വെക്കാൻ പറ്റത്തില്ല ഇവിടെ. അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ കാര്യമെങ്കിലും ചെയ്യാൻ. ഇതിന്റെ അകത്തപ്പോ കുറയണം, എനിക്ക് ഇൻട്രസ്റ്റ് കുറയണം. ഇൻട്രസ്റ്റ് ഇല്ല, ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് താല്പര്യമില്ല. അത് കുറച്ചേ പറ്റൂ, ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. എത്ര ഇപ്പൊ വരുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്തെങ്കിലും ഒരു തീരുമാനം ആകാൻ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ എന്നും മെസ്സേജ് ചെല്ലുന്ന അതെനിക്കറിയത്തില്ല.
മന്ത്ലി എടുത്തുള്ളൂ മെസ്സേജ്. എല്ലാ മെസ്സേജ് എടുത്തില്ലല്ലോ. അപ്പൊ ഇവിടുന്ന് വിളിച്ചാലോ പലിശ അടയ്ക്കാതെ അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഇതിപ്പോ എന്താ ലാസ്റ്റ് തീരുമാനം എന്താ നിങ്ങളുടെ? അത് പറ. ഒപ്പിടിപ്പിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ചേട്ടൻ വരാം. ഇത് മോളുടെ തീരുമാനമാണോ അത്? എന്റെ തീരുമാനമല്ല, കമ്പനിക്ക് കമ്പനിയുടെ അനുസരിച്ചല്ലേ ചെയ്യുന്നത്. ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്. എവിടെ വീട് എവിടെ അപ്പോ? വീടിന്റെ കാര്യം എന്തിനായിട്ടായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇവിടെ എന്റെ ഒരു ഇത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതെടുക്കണമെങ്കിൽ ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ കൂടി എന്റെ സൈൻ ആ തേർഡ് പാർട്ടി ഫോമിൽ വേണം. അപ്പൊ ഞാൻ ബ്രദർ എന്ന് പറഞ്ഞ ആൾക്കൊരിതില്ല. ഞങ്ങളുടെ ഇത് അഡ്രസ്സും കാര്യങ്ങളെല്ലാം കാണിക്കാം. എന്നാ ഞാൻ ഫോട്ടോ കാണിക്കാന്ന് അതാ പറഞ്ഞ ചേച്ചി. എന്താ ഫോട്ടോ കാണിക്കാൻ ഞങ്ങൾ തമ്മിലുള്ളത്? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറയണോ? അല്ല, നിങ്ങൾ ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട കാര്യം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൂട്ടാൻ പറ്റത്തില്ല. അല്ല, നിങ്ങൾ ചിരിക്കാനല്ലോ കാര്യം പറയുന്നു. എടാ, നീ വീഡിയോ എടുത്ത, ഞാൻ ബാക്കി പറയാം. എന്ത് പറയാം? നീ വീഡിയോ എടുത്ത, ചുമ്മാ ഞാൻ പോസ്റ്റ് ചെയ്തോ. പലിശ തരാന്ന് പറഞ്ഞ അതിനനുസരിച്ചുള്ളതാണെങ്കിൽ ഓക്കെ. മാസം പലിശ അടയ്ക്കുന്നതാണോ? 6 മാസമായി പണയം വെച്ചിട്ട് നിങ്ങളിപ്പോ നായികച്ചെന്നിങ്ങനെ പറയുമ്പോ പലിശ അടയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെയാണ് ഒരു കാര്യം വിളിച്ചു വെച്ച്. പ്രാങ്കിന് ഇറങ്ങിയതാണോ? ആരെ? ഞാൻ അല്ല. എന്ത് പറ്റി? എന്തിനാ വിളിക്കുന്നേ? വിളിച്ചു നോക്കി. ബർത്ത്ഡേ നാളെയാണോ, എങ്ങനെ പറയണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറയാം. വേണം, എനിക്ക് കരയണ്ടോന്ന് പറഞ്ഞു. ആദ്യം തന്നെ മനസ്സിലായി കരയിപ്പിക്കണം ഓർത്ത. പിന്നെ ഞാൻ എണ്ണീച്ച് 2 അടിയൊക്കെ പിന്നെ ഒരു അപ്പൊ ഇതാണ് എന്റെ ഒക്കെ എല്ലാ ഒക്കെയാണ്. ഓക്കെ, എനിക്ക് കണ്ടോ വന്ന് കേറിയപ്പോ തന്നെ ചോദിച്ചു. എനിക്ക് ചിരി വരാതിരിക്കാൻ ഞാൻ ഇതിങ്ങനെ അല്ല, അതായിക്കോട്ടെ, കുഴപ്പമില്ല. അന്ന് ഈ ചിരി കിട്ടത്തില്ലായിരുന്നു, ഞാനും ചൂടാവായിരുന്നു. പറ്റുമോ? ഞാനൊക്കെ ആദ്യം പിടിച്ചെന്ന് വാര്യാട്ടോന്നാണോ ചോദിച്ചു. ഞാൻ ചിരിക്കും. നാളെ ഇത് ഞാൻ പക്ഷെ എന്നെ ഞാൻ അറിഞ്ഞില്ല. ഇവിടെ ഞാൻ ഇച്ചിരി ഇവിടെ ഒന്ന് കരയത്തില്ല. ഇവിടുത്തെ പ്രഷർ പക്ഷെ ചിരിയായിരുന്നു. ഞാൻ വയലന്റ് ആയി കരുതി. എനിക്ക് വയലന്റ് പിന്നീട് അവസാനം ഇനി എന്തോ പറയണോന്ന് അറിയത്തില്ല. എനിക്ക് ഒന്നും ഇല്ല പറയും. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോ? ഓക്കെ, ഇത് മാനേജർ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആയില്ല. പ്രതീക്ഷ ഞാനും പ്രതീക്ഷ. പേരെന്തോ? അശ്വതി ചേച്ചിയാണ് ഞങ്ങക്ക് ഇതിന്റെ മെയിൻ ആയിട്ട് അകത്ത് വരെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടി, ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഇഷ്യൂസ് മാത്രമാണ്. അപ്പൊ ഓക്കെ, ബൈ ബൈ.